നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ആർക്കെങ്കിലും എടുത്തിട്ടുള്ള പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. റീഡിംഗ് എന്താ പറയുക, കോൾ ചെയ്യരുത്, വാട്സപ്പിൽ DM ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ 1 മിനിറ്റ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? നമ്മളൊരു ഷോർട്ട് റീഡിങ് ചെയ്യാം. ഐ ഡോണ്ട് നോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാർഡ് ഷഫിൾ ചെയ്ത് ഒരു റീഡിങ് കഴിയുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡാവും. ഇപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് സ്ലീപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. കപ്പ കഴിച്ചുകൊണ്ടാകുമ്പോൾ ആയിരിക്കും അല്ലേ, ചിലപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ടല്ലോ. ഓക്കെ, ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റിലെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മേ ബി നിങ്ങൾ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ വിഡോ ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും സിംഗിൾ പാരൻ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ. 8 ഓഫ് കപ്സ്, കിങ് ഓഫ് സോൾസ്, ക്യൂൻ ഓഫ് സോൾസ്. എന്താണ് എല്ലാവരും രണ്ടുപേരും വാശിയുടെ പുറത്താണെന്ന് തോന്നുന്നല്ലോ. 4 ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, 9 ഓഫ് സോൾസ്. ഓക്കെ, ഇത് മതി. സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈൻസ് അവൈലബിൾ ആയിട്ടുള്ളത് ജെമിനൈ, ലിബ്ര, അക്വേരിയസ്, എയർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, വാട്ടർ സൈൻ. ഇത്രയും സൈൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ടും സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്, ഭയങ്കരമായിട്ട് പിടിവാശിയിലിരിക്കുകയാണ്, ഒരു കൺട്രോളിങ് എനർജിയിലാണ് ആളിവിടെ ഇരിക്കുന്നുള്ളത്. കാരണം ആളുടെ മൈൻഡിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി വളരെയധികം മെച്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, വളരെ കൂളായിരിക്കാം, വളരെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കാം, സ്ട്രോങ് ആയിരിക്കാം. ആ ഒരു വ്യക്തി എന്താ പറയുക, ഹീ പ്രിഫേഴ്സ് ടു യൂസ് മൈൻഡ് ഓവർ ഇമോഷൻസ്. അതായത് ഇമോഷൻസിനെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി ആളുടെ മൈൻഡിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പം ഓക്കെ, ഇമോഷൻസ് ഉണ്ടാവാം ആളുടെ മൈൻഡിൽ, പക്ഷെ ആ ഒരു ഇമോഷൻസ് വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ആക്ഷൻസും എടുക്കാത്തൊരു എനർജി ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ. 9 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടില്ലേ. സോ വളരെയധികം നൈറ്റൊക്കെ ആണെങ്കിലും ഈ ഒരു വ്യക്തി ഉറങ്ങിയിട്ടുണ്ടാവില്ല നല്ല രീതിക്ക്, ഭയങ്കരമായിട്ടും എന്താ പറയുക സ്ട്രെസ്ഡ് ആയിരിക്കാം, ഭയങ്കര സ്ട്രെസ്സിലായിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കുക ഉറങ്ങുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടൊന്നും എന്താ പറയുക, ലൈക്ക് ആൾ മാരീഡ് ആണെങ്കിൽ പോലും എന്താ പറയുക, ഒരു എഴുന്നേറ്റ് നമ്മളിങ്ങനെ ലൈക്ക് ബെഡിൻ്റെ സൈഡിൽ കൂടി നടക്കില്ലേ, അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. എഴുന്നേറ്റ് വെറുതെ നടക്കുന്നുണ്ടായിരുന്നായിരിക്കും നൈറ്റ് ഒരു 3-4 ഓഫ് ക്ലോക്ക് ആ ഒരു ടൈമിലൊക്കെ. സോ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഈ നല്ലൊരു സ്ട്രെസ് ഉണ്ട്. എനിക്ക് 12 പോർട്ടലിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളുമാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യക്തിയിൽ. 12 പോർട്ടൽ നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ ഫൈൻ, അത് നിങ്ങളെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ വ്യക്തിയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസാണ് നിങ്ങളെ ഈ ഒരു 12 പോർട്ടൽ കുറച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു വ്യക്തി എന്താണോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി തരാതിരുന്നിട്ടുള്ള ഒരു എനർജീസ്. അപ്പം ആ ഒരു എനർജി വളരെ നന്നായിട്ട് നിങ്ങളിങ്ങനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഹാർഡായിട്ട്.
അപ്പം അങ്ങനെ ഒരു ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി അത് നിങ്ങളെ വളരെയധികം സ്ട്രോങ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ചേസ് ചെയ്യാനൊന്നും പോകുന്നില്ല, കാരണം വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു എനർജിയിലാണ്. പിന്നെ നിങ്ങൾ കറൻറ്റ് ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും റീഡിങ് ചെയ്യുന്നുള്ളത്. അല്ലാതെ നിങ്ങൾ തൽപര കക്ഷിയല്ല. കാല് പിടിക്കാനും കൈ പിടിക്കാനോ ഒന്നും നിങ്ങൾ തൽപര കക്ഷികളല്ല. വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം. നിങ്ങളൊരു ടേണിങ് ഇൻ, നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും കർമ്മ ഹീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അപ്പം ഭയങ്കരമായിട്ടും എന്താ പറയുക, ഒരു ഹീലിംഗ് ഫേസ് ആണ് എനിക്കിവിടെ നിങ്ങളുടെ കാണാൻ പറ്റുന്നത്. നിങ്ങളിപ്പം ഈ ലേഡി കണ്ടില്ലേ, ടേണിങ് ഇൻ്റെ കാർഡിൽ ഈ ലേഡി കണ്ടോ, അവരുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ലേഡി ഭയങ്കരമായിട്ടും കാമായിട്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ ഭയങ്കര കാമാണ്. എന്തുകൊണ്ടാണ്? മെഡിറ്റേഷൻ ചെയ്യുകയാണ് അവർ. മെഡിറ്റേഷനൊക്കെ ചെയ്ത് വളരെ കൂളായിട്ടും കാമായിട്ടിരിക്കണം. അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസിനെ അവർ റിലീസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു എനർജിയിൽ, ചിലരൊക്കെ ഈ ഒരു എനർജിയിൽ തന്നെ ആയിരിക്കും. മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത്. അത്രയ്ക്കും ബേർഡൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും നിങ്ങളുടെ തോളിൽ ഒത്തിരി അധികം. അപ്പം ആ ഒരു എനർജീസാണ്, എല്ലാ സ്ട്രെസ്സും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വട്ടാവുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ആവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഡീൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, വെരി ഗുഡ്. എപ്പോഴും മെഡിറ്റേഷൻ നമ്മളെ പല കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളത് മെഡിറ്റേഷൻസിൻ്റെ ആ ഒരു എനർജീസിനെ മാക്സിമം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നാഡീശുദ്ധി പ്രാണായാമമൊക്കെ ചെയ്ത് നിങ്ങൾ നമ്മുടെ നെഗറ്റിവിറ്റീസിനെ റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യുന്നില്ല ഇതുവരെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണെങ്കിൽ വീണ്ടും ചെയ്യുക, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജീസ്, ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പം ഈ റിലേഷൻഷിപ്പ് ഇല്ലല്ലോ എന്നോർത്ത് ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ ഒരു ചേഞ്ച് വരാത്തത് എന്നുള്ള രീതിക്ക് ആൾ ഓർത്തിട്ട് ആൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പം ഒരു ടൈമിൽ ആൾ ഈ ഒരു കണക്ഷൻ വേണ്ടാന്ന് പറഞ്ഞ് ചിന്തിച്ച്, ഇത് ഫുൾഫിൽ ആവില്ല ഈ ഒരു റിലേഷൻ, അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ മൂവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ടൈമിൽ ആളെന്ത് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഈ ഒരു റിലേഷൻ ഇതിൽ ചേഞ്ചസ് വേണം. ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ചേഞ്ച് ആവണം എന്ന് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റിലേഷൻ ചേഞ്ച് വരുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ഷിഫ്റ്റ് വരാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക, ഒരു മിനിറ്റ്, ഓക്കെ സോറി, ഓക്കെ. അപ്പം ഇതിൽ ചേഞ്ച് വരണം എന്ന് ആൾ ആഗ്രഹിക്കുകയാണ്. ഇതിൽ ചേഞ്ച് വരാത്തതുകൊണ്ട് ആൾക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് സ്ട്രെസ്സ് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് ഈ ഒരു വ്യക്തി വിശ്വസിച്ച് ഇവരുടെ കൂടെ നിർത്തിയിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, ആ ഒരു വ്യക്തികളുടെ അടുത്തുനിന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു ചതി പറ്റിയിട്ടുണ്ട്. അപ്പം അവർക്ക് നിങ്ങളുടെ ഓർത്ത് ആവശ്യമായിട്ട് വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ആ ഒരു വ്യക്തിയെ എത്രയും ജെനുവിനായിട്ടും ലോയലായിട്ടും നിന്നിട്ടുണ്ടോ ആ ഒരു എനർജി ആൾ ചിന്തിക്കുകയാണ്. ലൈക്ക് ആ ഒരു വ്യക്തി, ഓപ്പോസിറ്റ് നിന്ന വ്യക്തി വളരെ ഹോണസ്റ്റ് ആയിരുന്നു, വളരെ ലോയലായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഒരു വ്യക്തിയെ പറ്റിച്ചു. ഇപ്പം എനിക്ക് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം എൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളും എൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒത്തിരി അത് പറയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്. ലൈക്ക് ആ ഒരു എനർജീസാണ് ഈ ഒരു വ്യക്തിക്ക് ഇവിടെ ഉള്ളത്. വൈ ഹിയർ ഈസ് കിങ് ഓഫ് സോൾസ് ഡിവൈൻ, വൈ ഹിയർ ഈസ് കിങ് ഓഫ് സോൾസ്, വൈ ഹിയർ ഈസ് കിങ് ഓഫ് സോൾസ്. അതൊരു നെഗറ്റീവ് കാർഡായിരുന്നു, എന്ന് വെച്ചാൽ സോറോയുടെ കാർഡാണ്. കാരണം അത് ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ളൊരു കാർഡായിരുന്നു. ബട്ട് ഇപ്പം ഇവർക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ദ ഔട്ട്സൈഡർ. ഈ ഔട്ട്സൈഡറിൻ്റെ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് നിങ്ങൾ ഒത്തിരി അധികം ബൗണ്ടറി സെറ്റ് ചെയ്തു, നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഇൻട്രസ്റ്റഡ് അല്ല, നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ പവറിലാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളും നോക്കുന്നു, നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നു,
ലൈക്ക് എനിക്ക് നിങ്ങൾ ഒരു തരത്തിലും എനിക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്നുള്ളൊരു ഇൻട്രസ്റ്റ് നിങ്ങൾ ഷോ ചെയ്യുന്നില്ല. ശരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ലൈക്ക് കൈയും കാലും പിടിച്ച് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അത് വളരെ നല്ലൊരു എനർജിയാണ്. ഇപ്പം ഏതൊരു റിലേഷൻ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ കൈയും കാലും പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു വാല്യൂ നിങ്ങൾക്ക് തരില്ല. അവർക്ക് ടൈം കൊടുക്കണം നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ വർത്ത് റിയലൈസേഷൻസ് ഉണ്ടാവാനായിട്ട്. ഓക്കെ, എപ്പോഴും കൈയും കാലും പിടിച്ചൊരു റിലേഷനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അത്രയും ഇമ്പോർട്ടൻസ് വേണം. ലൈക്ക് എനിക്ക് ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സോ ഞാനിവിടെ ഈക്വൽ എഫേർട്ട് ഇടണം, എൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു റിലേഷനിൽ വേണം എന്നുള്ളൊരു തോട്ട്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വേണം. ആ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. സോ നിങ്ങൾ ഈ റീഡിങ്സ് കണ്ടിട്ട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് ഇന്നർ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഒരു എനർജിയിലേക്ക് തന്നെ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്. സറണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്? സറണ്ടർ ചെയ്യുമ്പം ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങളിലേക്ക് വരട്ടെ എന്നുള്ള രീതിക്ക് സറണ്ടർ ചെയ്യില്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് എന്താണോ അത് എന്നിലേക്ക് അട്രാക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഒരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് ഒരു ബ്യൂട്ടീക്ക് എന്നുള്ള രീതിക്കല്ല, ലൈക്ക് ഞാനൊരു ഫാഷൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നാളെ എൻ്റെ പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അത് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു ലൈഫിൽ ഞാൻ ഇങ്ങനൊരു ഫാഷൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ബിക്കോസ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പോയിട്ടില്ല. ഞാൻ എപ്പോഴും സൈക്കോളജി എന്നുള്ള ആ ഒരു ഫീൽഡിലേക്കായിരുന്നു പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ബട്ട് ജസ്റ്റ് റീസെൻ്റായിട്ട് എൻ്റെ മൈൻഡിലൊരു ഇൻഡ്യൂഷൻ വന്നു, ഞാൻ എന്തുകൊണ്ടൊരു ഫാഷൻ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൂടാ എന്നുള്ള രീതിക്കൊരു തോട്ട്സ് എൻ്റെ മൈൻഡിൽ വന്നപ്പോഴേക്കും ഞാൻ ഡിവൈനോട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കതിൽ എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷെ അത് എൻ്റെ ഇൻഡ്യൂഷൻസൊക്കെ എപ്പോഴും ഞാൻ പൊങ്ങി പറയല്ലേ, എനിക്ക് എന്ത് ഗൈഡൻസ് യൂണിവേഴ്സ് തന്നാലും അത് പലപ്പോഴും എനിക്കൊരു സക്സസ് ആയിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുകൂടാ, ഒരു എഫോർട്ട് ഇട്ടുകൂടാന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം, ഓൺ ദി വേ ആണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്കതറിയില്ല ഞാനത് എങ്ങനെ, എനിക്ക് ഓൺലൈൻ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റാണ്, ബിഗിനറാണ് ബിസിനസ്സിൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ബിസിനസ് ആയിട്ടുള്ള ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. സക്സസ് ആകുമോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും എനിക്ക് നിങ്ങളോടത് അറിയിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റിലെ തന്നെ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ടത് പറ്റില്ല. പക്ഷെ ഒത്തിരി സപ്പോർട്ടൊക്കെ യൂണിവേഴ്സ് വളരെ എടുത്തു എന്ന് എനിക്ക്, ലൈക്ക് അങ്ങനെയല്ല, നമ്മളുടെ നെയിം കണ്ടുപിടിക്കാനാണെങ്കിലും ശരി, പർച്ചേസിനൊക്കെ ആണെങ്കിലും ശരി, സ്റ്റോഴ്സുകളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി നമ്മൾ തേടി പിടിക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കറക്റ്റ് ടൈമിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നാളെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്, പക്ഷെ കുറച്ച് നെർവസും കൂടിയാണ്. എനിക്കറിയില്ല ലൈക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇതില്ലാതിരിക്കുകയാണ്. ലൈക്ക് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രെയർ ചെയ്യുക, എനിക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഒക്കെ സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. നിങ്ങൾക്കിപ്പം എന്തെങ്കിലും, ഞാനൊരു നെയിം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് ഫൈനൽ ആക്കിയിട്ടില്ല. ബട്ട് ലോഗോസൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, നെയിം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ, ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ വലിയ നോളേജ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്, ലേഡീസ് ഉണ്ടാവുമല്ലോ, മാംസ് ഒക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാൻ ലൈക്ക് നമ്മൾ ബിഗിനർ അല്ലേ, അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക മാക്സിമം കേട്ടോ, ഐഡിയാസൊക്കെ. കാരണം നിങ്ങളുടെ ഐഡിയാസും ഞാൻ യൂസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. സോ അങ്ങനെ ഓക്കെ, why here is 4 of cups divine, why here is 4 of cups. ദി മിസറിൻ്റെ എനർജീസ് ആണ്
നമുക്കിവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ മിസറിൻ്റെ കാർഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസറിൻ്റെ ലൈഫിലെല്ലാം ഉണ്ട്. പക്ഷേ മിസർ എന്താണ് ആഗ്രഹിക്കുന്നത്? മിസർ എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് നോക്കുകയാണ്. കാരണം ആൾക്ക് അതിലൊന്നും ഒരു ഹാപ്പിനെസ് ഇല്ല. ഇപ്പം എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ. ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എല്ലാം ഉണ്ട്. ക്യാഷ് ഉണ്ടായിരിക്കാം, നെയിം ഉണ്ടായിരിക്കാം, ഫെയിം ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഒരു കുറവ് എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുകയാണ്. എപ്പോഴും നിങ്ങൾ വേണം എന്നുള്ളൊരു, അതായത് ലൈക്ക് സോളിനൊരു, ഇപ്പം നമ്മുടെ ലൈഫിലാണെങ്കിലും ചില ആളുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡൗൺ ആണ്. ഒരു പക്ഷെ നമ്മളവരോട്ട് കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഡെയിലി നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നല്ല, എന്താ പറയുക, ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിൽ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ആൾ അവൈലബിൾ ആണെന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ. അങ്ങനെ ഒരു എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടല്ലേ. അതൊരു പക്ഷെ നമ്മുടെ കംഫോർട്ട് സോൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയുടെ. നിങ്ങളിപ്പോൾ അവിടെ അവൈലബിൾ അല്ല, നിങ്ങളവിടെ അല്ല എന്നുള്ള ആ ഒരു എനർജിയിൽ ആ ഒരു വ്യക്തിക്ക് എത്രയൊക്കെ സക്സസ് ആണെങ്കിലും എത്രയൊക്കെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഫാമിലി ഉണ്ടാവാം, എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കുകയാണ്. അത് ഇവർ ഹാപ്പി അല്ല. ഈ ഒരു ഫേസ് കണ്ടില്ലേ? ഈ ഒരു ഫേസിൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? ലൈക്ക് കണ്ടില്ലേ? ഒട്ടും ഹാപ്പി അല്ല അവർ. ഒട്ടും ഹാപ്പി അല്ല എന്ന് വെച്ചാൽ ഒട്ടും ഹാപ്പി അല്ല. എന്തോ ഒരു വളരെ ആശങ്കയോട് കൂടി എന്തോ ഒരു കാര്യം ബാക്കിലേക്ക് നോക്കുകയാണ്. കാരണം ആ ഒരു കാര്യവും കൂടി ഉണ്ടെങ്കിലേ എൻ്റെ ലൈഫിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു എനർജിയിലാണ് മിസർ ഇരിക്കുന്നുള്ളത്. സോ അപ്പോൾ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. അപ്പം നിങ്ങളില്ലായ്മയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇത്രയും ഡൗൺ ആയിരിക്കുന്നതിന് മെയിൻ റീസൺ. ആൾ സെൽഫ് ലവ് ചെയ്ത് നോക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളിൽ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലല്ലോ എന്നുള്ളൊരു തോട്ട്സും കാര്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇങ്ങനെ വന്നിട്ട് ഇവരെ വല്ലാണ്ട് അതൊരു സങ്കടത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. മേ ബി ജസ്റ്റ് റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സക്സസ്സോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ബിസിനസ്സിലോ വല്ലതും ഒക്കെ. പക്ഷെ എന്നാൽ പോലും അതിനെ മനസ്സറിഞ്ഞുകൊണ്ട് ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കാനായിട്ടോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ വേണം ഇവരുടെ ലൈഫിൽ, നിങ്ങളെ തിരയുകയാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ. ഓക്കെ, അപ്പം ഈ റിലേഷനിലൊരു ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട് ചിലർക്കൊക്കെ. സോ 1010 ഏഞ്ചൽ നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 444 ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പേഴ്സിൽ 14 ഇമ്പോർട്ടൻ്റ് ആണ്. 44 ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 ഇമ്പോർട്ടൻ്റ് ആണ്. 10 ഇമ്പോർട്ടൻ്റ് ആണ്. 24 ഇമ്പോർട്ടൻ്റ് ആണ്. 30+ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. 49 19 ഇത്രയും നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.